നമസ്കാരം. സുരേഷ് ഗോപി ഒന്നാമത് നടനാണ്, രണ്ടാമത് MP-യും. ചില നേരത്ത് ഇതിലേതാണ് ഇപ്പോഴത്തെ റോൾ എന്നതിൽ അദ്ദേഹത്തിന് തന്നെ കൺഫ്യൂഷനുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ നേടിയ തൃശൂരിലെ വിജയം ആദ്യം തന്റെ വ്യക്തിപരമായ വിജയമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പണം തരാതെ തന്നെ ആരും പരിപാടികൾക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നായി പ്രതികരണം. തൃശൂർ മേയർക്ക് പക്ഷേ MP-യെക്കുറിച്ച് 100 നാവാണ്. സുരേഷ് ഗോപിക്ക് തിരിച്ചും. തൃശൂർ എടുത്ത സുരേഷ് ഗോപി മേയർ വഴി അടുത്ത പദ്ധതിക്ക് തുടക്കമിടുകയാണ്. മേയർക്കെതിരെ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന CPI പുതിയ സഖ്യം കാണുന്നില്ലേ? സുരേഷ് ഗോപിയുടെ പദ്ധതി എന്താണ്? തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് അനിൽ അക്കര, CPM പ്രതിനിധി KV അബ്ദുൽ ഖാദർ, BJP പ്രതിനിധിയില്ല, പകരം നിരീക്ഷകരാണ് ഷാബു പ്രസാദ്, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രനും. ആദ്യം ഞാൻ അനിൽ അക്കരയിലേക്ക് പോകുകയാണ്. അനിൽ, ഇപ്പോൾ അവിടെ മേയറുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിൽ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ മേയർ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പല ഘട്ടങ്ങളിൽ പുറത്തു വന്ന കാര്യമാണ്. ഇപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്ന വേദി, പരസ്പരം ബഹുമാനം, സ്നേഹം എന്നുള്ള അവരുടെ പ്രതികരണം, അതിനെ പരസ്പര ബഹുമാനമായിട്ട് മാത്രമാണോ കോൺഗ്രസ് കാണുന്നത്? അതിലപ്പുറമുള്ള ഒരു സഖ്യമായി അത് വളരുമെന്നുള്ള ആശങ്കയുണ്ട്. അത് പരസ്പര ബഹുമാനമല്ല എന്നുള്ളത് ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് തൃശ്ശൂർ മേയറും ഇപ്പോഴത്തെ തൃശ്ശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം, അതൊരു മേയറും MP-യും തമ്മിലുള്ള ബന്ധം മാത്രമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ മേയർ മത്സരിച്ചിരുന്നത് കോൺഗ്രസ് സബിലായി നെറ്റിശ്ശേരി എന്ന് പറയുന്ന വാർഡിലാണ്, ഡിവിഷനിലാണ്. ആ ഡിവിഷനിൽ തന്നെ കഴിഞ്ഞ 5 വർഷമായി സാങ്കേതികമായി താമസക്കാരനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. പിന്നെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾക്ക് ഈ പറയുന്ന മേയറുടെ ഡിവിഷനിലാണ് വോട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നെറ്റിശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്താണ് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ വോട്ട് ചേർക്കുന്നത് തൊട്ട് സുരേഷ് ഗോപിക്ക് മേയറുമായി ബന്ധമുണ്ട്. മാത്രമല്ല, ഈ മേയർ മത്സരിച്ച് ജയിച്ചത് BJPയുടെ കൂടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേയറും BJPയും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി സുരേഷ് ഗോപിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രത്യേകമായ വോട്ടുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയത് സുരേഷ് ഗോപി ഈ പറയുന്ന മേയറെ വെച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് CPM നൽകിയ ഒരു ടൂളാണ് ഈ മേയർ എന്നുള്ളത്. കാരണം CPMഉം BJPയും തമ്മിലുള്ള ചില ധാരണകൾ, ആ ധാരണകൾ ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. ആ ധാരണകൾക്ക് ഒരു പാലമായി നിന്നത് ഈ മേയറാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തൃശ്ശൂർ മേയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേയർ രാജിവെക്കണമെന്നുള്ളത് LDFൻ്റെ സ്ഥാനാർത്ഥിയായ ബഹുമാനായ തൃശ്ശൂരിലെ ഈ തൃശ്ശൂർ അസംബ്ലിയിൽ നിന്ന് തന്നെ MLA ആയിരുന്ന കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹം കൂടി മുൻകൈ എടുത്തിട്ടാണ് ഈ മേയറെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സുനിൽ കുമാർ പോലും രാജിവെക്കണം എന്ന് പറഞ്ഞ സാഹചര്യം അവിടെ നിൽക്കുകയാണ്. ആ രാജിയോട് പൂർണ്ണമായും അല്ലെങ്കിൽ ആ രാജി അവഗണിച്ചുകൊണ്ടാണ്, അതിന് മറുപടി പോലും പറയാതെയാണ് CPM മുന്നോട്ട് പോയത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും മേയർ ഈ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. മേയർ എന്നുള്ളത് CPM BJP ഇടയിലുള്ള ഡീലിനുമായി ബന്ധപ്പെട്ട ഒരു ടൂളാണ്. അപ്പോൾ അത് ഇപ്പോൾ തീരുന്ന ഒരു വിഷയം മാത്രമല്ല. ഇനിയുള്ള നാളുകളിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, തൃശ്ശൂർ കോർപ്പറേഷനുമായി ചേർന്ന 2 അസംബ്ലി മണ്ഡലങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മേയർ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിൽ വളരെ ഡീപ്പായി ഈ ബന്ധം വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. CPMനെ പോലൊരു പാർട്ടി, പ്രത്യേകിച്ച് തൃശ്ശൂർ അസംബ്ലി മണ്ഡലം, VS സുനിൽകുമാർ MLA ആയിരുന്ന പ്രദേശം, VS സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന പ്രദേശത്ത് അവർ 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ, CPMഉം മേയർ ഉൾപ്പെടെയുള്ള ഒരുപാട് കള്ളവോട്ടുകൾ ചേർത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മേയറുടെ സഹായമില്ലാതെ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ BJPക്ക് ഇത്രയധികം വോട്ടുകൾ വിവിധ ഫ്ലാറ്റുകളിലായി ചേർക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബന്ധം ഇവർ തമ്മിലുണ്ട്. ഇത് CPM BJP ഡീലിൻ്റെ ഭാഗമായുള്ള ഒരു ടൂളായി മേയർ നിന്നതാണ്. ഇത് പൂർണ്ണമായും ഇത് CPI ആണ് ഇതിന് മറുപടി പറയേണ്ടത്, ഞാനല്ല. ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മേയർ നടത്തുന്ന ഈ വാചകക്കർസത്തും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മേയറുടെ നടപടികളും അതിനെ ചോദ്യം ചെയ്യേണ്ടത് CPIയുടെ ഉത്തരവാദിത്തമാണ്.
അതിന് കൃത്യമായി മറുപടി പറയേണ്ടത് CPMന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ CPM ഇതിനകത്ത് കൃത്യമായ ഒരു മറുപടി പറയാതെ മേയറെ നിന്ന് സഹായിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇത് കൃത്യമാണ്, വലിയ ആരോപണമാണ്. KV അബ്ദുൽ ഖാദർ, CPM തൃശൂർ BJPക്ക് കൊടുത്തു എന്ന മട്ടിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. പല തവണയായി വന്നിട്ടുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ മേയറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന പരാതികളുമുണ്ട്. ഇപ്പോൾ അവർ ഒരുമിച്ച് തന്നെ വേദികളിൽ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടുവരുന്ന ഘട്ടം. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP സ്ഥാനാർത്ഥിയാകുന്നു ഈ മേയർ എന്നുള്ള വർത്തമാനം തൃശ്ശൂരിൽ സജീവമായി നിൽക്കുന്നുമുണ്ട്. ശ്രീ അനിലക്കരയുടെ ചർച്ച ഞാൻ കേൾക്കുകയായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് നില പരിശോധിക്കുന്ന ആർക്കും ശ്രീ അനിലക്കരയുടെ വാദമുഖങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ചില ആളുകളും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ തുടർച്ചയായി എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി പ്രോ BJP ആണ്. അത് വളരെ കൃത്യമാണ്. അതിനെ മറയിടാൻ വേണ്ടി CPIM BJP അന്തർധാര എന്ന പച്ചക്കള്ളം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും കെട്ടി എഴുന്നള്ളിക്കാനുള്ള നിലപാടുകൾ അവരെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടിംഗ് നില നിങ്ങൾ പരിശോധിച്ചാൽ ആര് തമ്മിലായിരുന്നു അന്തർധാര എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. കോൺഗ്രസിന്റെ ഏകദേശം 90,000-ൽ താഴെ വോട്ടുകൾ കാണാനില്ല. എവിടെ പോയി? വളരെ വ്യക്തമായി കോൺഗ്രസ് ആയിരുന്ന പലരും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറി ചെയ്തു എന്നുള്ളത് ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല, DCCയിലെ കൂട്ടയടി അത് വ്യക്തമാക്കിയതല്ലേ. ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ള മട്ടിൽ ചാനലിൽ വന്നിരുന്ന അനിലക്കര തട്ടിവിടുമ്പോ ശ്രീ അനിൽ എന്തിനാ DCC ആഫീസിലെ കൂട്ടയടി? കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കാലുവാരിയതിലുള്ള പ്രതിഷേധം DCC പ്രസിഡന്റ് സാന്നിധ്യത്തിൽ തമ്മിലടിക്കുകയും DCC പ്രസിഡന്റ് തന്നെ ഈ ഒരു കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനാ നിങ്ങൾ DC പ്രസിഡന്റിനെ മാറ്റിയത്? എന്തിനാ നിങ്ങൾ M വിൻസെന്റിനെ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തു, ഔദ്യോഗികമായിട്ട് തന്നെ എന്ന് വ്യക്തമാക്കപ്പെട്ടപ്പോഴല്ലേ അവരെ മാറ്റാൻ നിർബന്ധിതമായത്. നിങ്ങൾ വന്നിരുന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചാൽ ചാനലിൽ 2 ദിവസം കൂടും, പക്ഷെ ജനങ്ങൾക്കറിയാം ഇതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ തൃശ്ശൂരിലെ CPM BJP അന്തർധാര, അതിന്റെ ടൂളായിട്ട് മേയർ എന്നൊക്കെ പറയുന്ന ഈ പൊയ്വെടി ഇനിയും ഓടില്ല മിസ്റ്റർ അനിൽ. ശ്രീ KV അബ്ദുൽ ഖാദർ, താങ്കൾ പറഞ്ഞ ഘടകങ്ങൾ തൃശ്ശൂരിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മേയർ എടുത്തിരിക്കുന്ന പരസ്യമായ പ്രതികരണമാണ്. അത് LDF പിന്തുണയുള്ള സ്വതന്ത്ര മേയറാണ്. ആ മേയർ ഇപ്പോൾ LDFിൻ്റെ പിന്തുണ വേണ്ടാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ മനസ്സിലാക്കൽ? തുടർച്ചയായി സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായാലും തെരഞ്ഞെടുപ്പിന് ശേഷമായാലും അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷേ CPIക്ക് സംശയമുണ്ട്. അല്ല, അതിലേക്ക് ഞാൻ വരാം. ഇവിടെ അനിലക്കരെ സംസാരിച്ചത് ഈ വിഷയത്തിൽ ഊന്നിയിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ആദ്യം പോയത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മേയറുടെ ചില പ്രസ്താവനകൾ ആ തരത്തിൽ വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം അത് പിന്നീട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ തിരുത്തി പറയുകയും ചെയ്തു. ഇന്ന് ഏത് ചടങ്ങിലാണ് അവർ രണ്ടുപേരും ഒന്നിച്ച് പങ്കെടുത്തത് എനിക്കറിയില്ല. ഏതെങ്കിലും ഒഫീഷ്യൽ ചടങ്ങിലാണോ എനിക്കറിയില്ല, ഞാൻ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് വളരെ വളരെ വ്യക്തവുമാണ്. ഞങ്ങൾ 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നിലപാട് ഒരു ഘട്ടത്തിലും അടിയറ വെച്ചിട്ടില്ല. BJPയുടെ നിലപാടിനെതിരായിട്ട്, BJPയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ട് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാനത്തിലുമെല്ലാം ശരിയായ നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ തൃശ്ശൂരിലെ മേയറുടെ പ്രസ്താവനയെ പിടിച്ച് ഇതാ കിട്ടി ഒരു ആയുധം എന്ന മട്ടിൽ വരുന്നതിന് വലിയ അർത്ഥമില്ല. എന്താണ് മേയർ പറഞ്ഞത് എന്ന് നാളെ അദ്ദേഹം വ്യക്തമാക്കും. അദ്ദേഹം ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? ഈ
ജനപ്രതിനിധികളുടെ ഫണ്ട് കോർപ്പറേഷന്റെ പരിപാടിയാണ് കേട്ടോ ഈ പരിപാടി. കോർപ്പറേഷന്റെ 53-ാം ഡിവിഷൻ അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം റോഡിലുള്ള അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഉദ്ഘാടനമാണ്. യെസ്, കോർപ്പറേഷൻ പരിപാടി. ഈ രണ്ട് ജനപ്രതിനിധികൾ ഒരു യോഗത്തിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിപ്പോ ഞങ്ങളെല്ലാം കോൺഗ്രസ് ആയാലും BJP ആയാലും ജനപ്രതിനിധികൾ അദ്ദേഹം ഇപ്പോൾ MP മാത്രമല്ലല്ലോ, സഹമന്ത്രി കൂടിയാണല്ലോ. ആണല്ലോ, അതെ ഞാൻ പറയുന്നത്. അല്ല, പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല ശ്രീ KV അബ്ദുൽ ഖാദർ, പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല, തുടർച്ചയായി പരസ്പരം പുകഴ്ത്തുന്നു എന്നുള്ളിടത്താണ് CPIക്ക് സംശയം വരുന്നത്. സ്മൃതി, ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ ഒഫീഷ്യൽ പരിപാടിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ജനപ്രതിനിധികൾ വികസന കാര്യത്തിൽ ഒന്നിച്ച നിലപാട് സ്വീകരിക്കുന്നതിലും എന്തെങ്കിലും അപാകതയുള്ളതായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന BJP മന്ത്രിമാരോട് സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും നിവേദനങ്ങളായിട്ട് പോകും, ഒന്നിച്ചു പോകും. ചില കാര്യങ്ങൾ അനുവദിച്ചാൽ ആ കാര്യങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയും. അത് കേവല രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കി കാണേണ്ട കാര്യമല്ല. അതുകൊണ്ട് രണ്ട് രാഷ്ട്രീയ തലത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരു ചടങ്ങിൽ ഒന്നിച്ച് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടോ അവിടെ വികസന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടോ അതിൽ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് CPIക്ക് അങ്ങനെ തോന്നാത്തത് ശ്രീ അബ്ദുൽ ഖാദർ? അല്ല, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് CPIയും CPIയും തീർച്ചയായും രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികൾക്കും ഓരോ വിഷയങ്ങളും നിലപാടുകൾ ഉണ്ടാവാം. ഒന്നിച്ച് ഇപ്പൊ ഞാൻ LDFന്റെ കൺവീനറാണ്, ജില്ലാ കൺവീനറാണ്. അത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഒന്നിച്ച് സംസാരിച്ച് ഒരു നിലപാടെടുക്കും. അപ്പോൾ അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. ഈ മേയറുമായി ബന്ധപ്പെട്ട് ആ മേയർ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്ന് തന്നെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അല്ല, ഓരോ പാർട്ടികളുടെ നിലപാടാണല്ലോ പ്രധാനം. CPIയും CPI പാർട്ടികൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തും. ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഓരോ സ്ഥലത്തും ജനപ്രതിനിധികളായി പോകുന്ന ആളുകൾക്ക് ആ മണ്ഡലത്തിൽ ഫണ്ടുകൾ അനുവദിക്കണമല്ലോ. രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് കേന്ദ്ര ഫണ്ട് വേണ്ട തൃശ്ശൂരിൽ, കേരളത്തിൽ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയണമെന്നല്ല, പറയാൻ പറ്റില്ല. വേറെ ഒരു MPയുടെയും ഉപയോഗിച്ചിട്ടില്ല എന്ന മട്ടിൽ മേയർ കരുതുന്നുണ്ടോ? മേയർ അത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് വികസനത്തിന് വേണ്ടി കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷക്കനുസരിച്ച് ഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഭാവി നമ്മൾ കാണേണ്ട കാര്യമാണ്. വിധി ഒരു ഫണ്ടും കിട്ടില്ല എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുമോ? ശരി, ശ്രീ ഷാബു പ്രസാദ്, BJPയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ ഈ വിഷയം പറയുമ്പോൾ BJP പ്രതിനിധിയെ ഈ ചർച്ചയ്ക്ക് വിടുന്നില്ല, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി അവിടെ മേയറുമായി സഹവർത്തിത്വത്തിൽ പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചർച്ചയിൽ പങ്കെടുക്കാമല്ലോ. BJPക്ക് വന്നിട്ടില്ല. ശ്രീ ഷാബു പ്രസാദ്, ഈ കൂട്ടുകെട്ടിനെ വേറെ രൂപത്തിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ വേറെ രൂപത്തിൽ അതിനെ കാണുന്നുണ്ടോ? എന്തിനാണ് അങ്ങനെ? എനിക്ക് മനസ്സിലാവില്ല. അതായത് മേയറും കേന്ദ്രമന്ത്രിയും പബ്ലിക്കായിട്ട് വേദിയിൽ പോരാട്ടം എന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് അങ്ങനെയൊന്ന് റിപ്പോർട്ട് ചെയ്ത് ഒന്ന് ചൂടാക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയാണോ നിങ്ങൾ ഈ രൂപത്തിൽ കാണിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണോ? നമ്മുടെ എല്ലാവരും, അതായത് ഒരു മേയർ അവിടുത്തെ നഗരപിതാവാണ്, സുരേഷ് ഗോപി അവിടുത്തെ ജനപ്രതിനിധിയും കേന്ദ്രമന്ത്രിയുമാണ്. ഒരു സർക്കാർ യോഗത്തിൽ, കോർപ്പറേഷൻ്റെ യോഗത്തിൽ അവർ ഒരുമിച്ച് വരുന്നു. കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇവിടെ അദ്ദേഹം, ഈ നഗരത്തിനെ നയിക്കുന്ന ഈ മേയർ, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ കേന്ദ്രമന്ത്രിയും അതിനെ പ്രശംസിച്ച് പറയുന്നു. സത്യത്തിൽ എന്തൊരു മനോഹരമായൊരു കാഴ്ചയാണത്. എത്ര ഇങ്ങനെയല്ലേ ശരിക്കും വേണ്ടത്? എന്തിനാണ് നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം, അതിൽ തെറ്റില്ല. പക്ഷേ ആ വാചകങ്ങളൊന്ന് നോക്കൂ. ഈ സുരേഷ് ഗോപിക്ക് മുന്നേ പറയുന്നതാണ്, ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളുടെ സൗഖ്യത്തിന് ഊന്നൽ നൽകുന്ന മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അത് ഞാൻ ചെയ്യും.
എതിരായി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ സഖ്യത്തിന് എതിരായി നിൽക്കുന്നവരുണ്ട് എന്ന് മേയറും കരുതുകയാണ്. അപ്പോൾ ആ സഖ്യത്തിന് എന്തോ കുഴപ്പമില്ലേ? അല്ല, അത് 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 വെറൊരു കരുതലല്ലോ. ഇത് അത് വ്യക്തമല്ലേ? ഇതാ ഇപ്പൊ ഇവിടെ ഇരുന്ന് അനിലക്കര പറഞ്ഞത് എന്താണ്? താങ്കൾ ഈ പറയുന്ന വ്യക്തമല്ലേ എന്ന് പറയുമ്പോൾ അവരുടെ പിന്തുണയിലാണെന്നേ ഇദ്ദേഹം മേയറായി നിൽക്കുന്നത്. ഒരു ആയിക്കോട്ടെ, ഞാനതല്ല പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യം ഇവിടെ നടക്കുമ്പോൾ പോലും അങ്ങനെ ഒരു അതിനെപ്പോലും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ? ഈവൻ സ്മൃതിയുടെ ചോദ്യത്തിൽ പോലും ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സംശയങ്ങളല്ലേ? നിങ്ങൾ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം എന്ന് സുരേഷ് ഗോപി പറയുന്നതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിൻ്റെ അകത്ത് എന്താ അത് യാഥാർത്ഥ്യമല്ലേ സ്മൃതി? അത് എത്ര കൃത്യം. അതായത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ, രണ്ട് രാഷ്ട്രീയ വിശ്വാസങ്ങളിലുള്ളവർ ഒരുമിച്ചൊരു വേദിയിൽ അവർ ഒരിക്കലും യോജിക്കാൻ പാടില്ല, അവർ എപ്പോഴും തമ്മിലടിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന ആഗ്രഹം എത്ര നികൃഷ്ടമാണത്. അത്രമാത്രം നികൃഷ്ടമായ ചിന്തകളിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരൂ. ഇനി മറ്റൊരു കാര്യം പറയാം. ഞാൻ ഇന്നലെ തൃശ്ശൂരുണ്ടായിരുന്നു. ഞാൻ സുരേഷ് ഗോപിയെ കണ്ടു. വൈകുന്നേരം സത്യത്തെ ഞാൻ പറയുകയാണ്, സത്യത്തിൽ സുരേഷ് ഗോപി കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവിടെ രാമനിലയത്തിൽ വൈകുന്നേരം 7:30 അദ്ദേഹത്തിനെ കാണാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ജനസഹസ്രമാണ് അവിടെ. അതും വളരെ സാധാരണക്കാർ, ഏറിയ പങ്കും സ്ത്രീകൾ, സാധാരണക്കാർ വന്ന് കാണുന്നു. അദ്ദേഹം അവരെ എല്ലാവരും ക്ഷമയോടെ കേൾക്കുന്നു. എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ദൂരെ നിൽക്കുകയായിരുന്നു. പിന്നീടാണ് കണ്ടത്. അതായത് ഞാൻ ഈ രീതിയിലുള്ള ഒരു സാധാരണക്കാർക്ക് ഇത്രയും അപ്രോച്ചബിളായിട്ടുള്ള, ആക്സസബിളായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ, അല്ലെങ്കിൽ ഇത് കണ്ട ഇതിനു മുമ്പുള്ളത് എൻ്റെ ഒരു അറിവിൽപ്പെട്ടിടത്തോളം ഉമ്മൻചാണ്ടിയാണത്. അദ്ദേഹം വേറൊരു ഞാൻ ശക്തമായി രാഷ്ട്രീയമായി വിമർശിക്കാറുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിൻ്റെ അകത്ത് ഞാനും കോൺഗ്രസും തമ്മിൽ ഏതാണ്ട് അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയുന്നവർക്ക് വ്യാഖ്യാനിക്കാം. അതുപോലെ അദ്ദേഹം സുരേഷ് ഗോപി പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് അദ്ദേഹത്തിൻ്റേത്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അദ്ദേഹം ഇവിടെ അഭിനയിക്കുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമേ അദ്ദേഹം അഭിനയിക്കുകയുള്ളൂ. ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമേ അഭിനയിക്കാൻ ആ മനുഷ്യൻ അറിയുകയുള്ളൂ. അദ്ദേഹം ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, മനസ്സിലുള്ളത് തുറന്നു പറയും. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരി. ഇങ്ങനെയൊക്കെയല്ലേ സാധാരണ മനുഷ്യർ നമ്മളൊക്കെ. അത് എല്ലായിടത്തും അദ്ദേഹം കാണിക്കുന്നു. അത് ശരിക്ക് ഒരു സാധാരണക്കാരുടെ മനസ്സിൽ ഒരു വല്ലാത്ത വേവ് ലെങ്ത് മാച്ചിങ് ആണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പരിചയമില്ല. രാഷ്ട്രീയക്കാരൻ അവൻ്റെതായ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം, അവൻ്റെതായ ഒരു എടുപ്പ് നടപ്പ്. ഈ നിർവചനങ്ങളെല്ലാം ഇവിടെ മാറുകയാണ്. അതാണ് നമുക്ക് പരിചയമില്ല. അതായത് ഞാൻ സത്യത്തിൽ മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഇന്നത്തെ ന്യൂസ് ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എന്തൊരു സന്തോഷം. കാര്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. വളരെ മേയർ BJP സ്ഥാനാർത്ഥിയാകില്ല എന്ന് ശ്രീ ഷാബു പ്രസാദിന് ഉറപ്പിക്കാമോ? ഇപ്പം നാളെ അടുത്ത നിമിഷം ഞാനോ നിങ്ങളോ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ സ്മൃതി? നാളത്തെ കാര്യം എങ്ങനെ നമുക്ക് എന്താ പറയാൻ പറ്റുക? സാധാരണഗതിയിൽ അത് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. സാധാരണഗതിയിൽ അത് അസംഭാവ്യമായ കാര്യമാണത്. പിന്നെ പറയാൻ എന്താ പറഞ്ഞുകൂടാത്തത്? ഇപ്പം നാളെ അനിലക്കര BJP സ്ഥാനാർത്ഥിയാവില്ല എന്ന് സ്മൃതിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്നത് ശ്രീമാൻ അബ്ദുൽ ഖാദർ. ഞാൻ ജനിച്ചത് കോൺഗ്രസ് ആയിട്ടാണ്, മരിക്കുന്നതും കോൺഗ്രസ് ആയിട്ടാണ്. അങ്ങനെ സംസാരിക്കരുത്. ചാനലിൽ മെമ്പറോട് BJP അങ്ങനെ സംശയിക്കരുത്. അങ്ങനെ സംശയിക്കരുത്. ഒരാളല്ല ഞാൻ. ഒരു കാര്യമുണ്ട്, ഗോവയിലെ ബീഹാറിലെ മംഗളുള്ളിടത്തൊക്കെ ഒരുപാട് അനിലക്കരമാർ ഇപ്പം BJP MLA-മാരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അനിലക്കര താൻ പോകില്ല എന്ന് പറയുമ്പോൾ ഷാബു പ്രസാദ് അതിനെ വെല്ലുവിളിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ നിലപാട് ഉറപ്പിച്ചു പറയുമ്പോൾ പിന്നെ അവിടെയും ഇവിടെയുള്ള കണക്ക് പറയണ്ട. ഇങ്ങനെ അല്ല, നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഒരുപാട് പേരുണ്ടെന്നേ.
ഇങ്ങനെ പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. കെ കരുണാകരന്റെ മകള് മാന്യമായി സംസാരിക്കുമ്പോൾ മാന്യതക്കുറവ് എന്താ എത്ര അദ്ദേഹത്തിന്റെ ക്യാരക്ടറെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ശ്രീ ഷാബു പ്രസാദ് അല്ലല്ല, ആളുകളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പ്രതികരണം നടത്തരുത്. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ BJP-യിലേക്ക് പോകുമെന്ന് പറയാം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ BJP-യിലേക്ക് പോകുമെന്ന് പറയാം, ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാളിതാ നാളെ പോകുമെന്ന് അയാളോട് തന്നെ പറയുമ്പോൾ അയാളത് പോവില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് താങ്കൾ അത് ഖണ്ഡിക്കുക? അങ്ങനെ ചെയ്തുകൂടാ. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. അനിലക്കര ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്. അനിലക്കര അവിടുത്തെ മേയറെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞ അയാൾ നാളെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന്. അല്ലല്ല, തൃശ്ശൂരിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്. ഷാബു പ്രസാദ്, ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്. ഷാബു പ്രസാദ്, തൃശ്ശൂരിൽ അങ്ങനെ ഒരു ശ്രുതിയുണ്ട്, അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അല്ല, ഈ അനിലക്കര ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് എന്താണ്? ഈ അനിലക്കര ഇവിടെ ഇരുന്ന് പറഞ്ഞ മേയറെ ചൂണ്ടിക്കാട്ടി പറഞ്ഞത് എന്താണ്? ഇതേ ഈ അനിലക്കരയുടെ വിരലിന് മാത്രമല്ല ചൂണ്ടാൻ കഴിയുന്നത്, ഈ നാട്ടുകാർക്ക് മുഴുവനും അങ്ങ് തിരിച്ചും ചൂണ്ടാൻ കഴിയും അനിലക്കര. അപ്പൊ അത് വിട്, അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സംഭവിക്കുന്നതൊന്നും എനിക്കറിയാം, ഞാൻ ജോസിനൊന്നുമല്ല. അത് വിട്. പക്ഷേ ഇവിടെ കണ്ടത് ഇപ്പൊ ഞാൻ പറയാം സ്മൃതി, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ പിണറായി വിജയനും കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയും അവർ തമ്മിൽ പേഴ്സണലായിട്ട് നല്ല ഒരു കണക്റ്റ് ഉണ്ട്, നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. അദ്ദേഹം പിണറായി വിജയൻ എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെ വളരെ വളരെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് നിതിൻ ഗഡ്കരി. അതുപോലെ നിതിൻ ഗഡ്കരി തിരിച്ചു അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ക്ലിഫ് ഹൗസിൽ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പേഴ്സണൽ കണക്റ്റുകൾ ഉണ്ടാകും. അത് ജനപ്രതിനിധികളും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ തമ്മിലാകുമ്പോൾ അത് ആ നാടിന് പ്രയോജനമാണ്. എന്നാൽ ചില കേന്ദ്രമന്ത്രിയും ഇവിടുത്തെ ഇവരും തമ്മിൽ പരസ്പരം കണ്ടാൽ മിണ്ടുക പോലും ഇല്ല. അത് അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടാൽ മതി. നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലും ജനനായകരെന്നുള്ള നിലയിലും അതിനെ നമ്മൾ എന്തിനാണ് രാഷ്ട്രീയമായിട്ട് കാണുന്നത്? പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടുകയാണ് സുരേഷ് ഗോപി എന്ന നിലയ്ക്കാണ് ഷാബു പ്രസാദ് അതിനെ കാണുന്നത്. സുരേഷ് ഗോപി എന്തായാലും വ്യത്യസ്തരാണെന്ന കാര്യത്തിൽ താങ്കൾക്കും തർക്കമുണ്ടായില്ലായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ചിലത് വിവാദമാകുന്നു, ചിലത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിലായാലും വലിയ വലിയ പദ്ധതികളാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളായ ഒരു മിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആ രൂപത്തിലാണോ കാണേണ്ടത്, അതോ മേയറും ഈ സഹമന്ത്രിയും തമ്മിലുള്ള ചർച്ച അല്ലെങ്കിൽ പരസ്പരം പുകഴ്ത്തിയുള്ള സംസാരത്തിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നുണ്ട് സ്മൃതി. ഇതൊരു ഒരു 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 പൊളിറ്റിക്കൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഡിസൈനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. അത് കാണാതെ പോയിക്കൂടാ ഈ ചർച്ചയിൽ എന്നെനിക്ക് തോന്നുന്നു. ഈ 2020 ഡിസംബറിൽ തൃശ്ശൂർ നഗരസഭയിൽ വിജയിച്ച ആ സീറ്റ് എങ്ങനെയാണെന്നുള്ളതെന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട്. 55 സീറ്റാണല്ലോ ആകെ നഗരസഭയിലുള്ളത് തൃശ്ശൂർ. 6 BJP, ബാക്കി 49 LDFും UDFും. അതിൽ UDF 24, 25 LDF. LDF 25 ആകുന്നത് വർഗീസ് എന്ന സ്വതന്ത്രൻ കോൺഗ്രസ് വിമതൻ മത്സരിച്ച് ജയിച്ച് LDFിനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. UDFിലേക്ക് പോയില്ല. അതിനുശേഷം ഇത്രയും വർഷമായി, അടുത്ത വർഷമാണല്ലോ ഇനി ഇലക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, അത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അനിലക്കര. ശ്രീ കെ അബ്ദുൽ ഖാദറും അതറിയാതിരിക്കില്ല, നിശ്ചയമായും അറിയുകയും ചെയ്യും. അതായത് ഇതിൽ ഈ 25 LDF അംഗങ്ങളുള്ളതിൽ 3-4 പേര്, 4 പേരെന്നാണ് എൻ്റെ ധാരണ, സ്വതന്ത്രന്മാരാണ്. അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചാടാൻ തയ്യാറുമാണ്. പക്ഷേ UDF അടുപ്പിക്കുന്നില്ല. എന്താണ് അടുപ്പിക്കാത്തത്?
UDF വേണ്ട ഈ മേയറെ, ഇദ്ദേഹത്തെ അങ്ങോട്ട് ചെന്നാൽ UDF ചെന്നാൽ ഇദ്ദേഹത്തെ തന്നെ മേയറാക്കണം. അതാണ് കണ്ടീഷൻ. അതുകൊണ്ട് ചാടുന്നില്ല. ഈ ഇത്ര വർഷമായിട്ട്, ഇത്ര കാലമായിട്ടും, ഈ 4 വർഷമായിട്ടും അദ്ദേഹം അഭംഗുരം തുടരുന്നത് ആ കാരണം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ LDF-നോ UDF-നോ BJPക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. 6 പേരല്ലേ ആകെപ്പാടുള്ളൂ. ചാടിച്ചാലും പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അടങ്ങി ഒതുക്കി കഴിഞ്ഞേ പറ്റൂ. അപ്പോൾ അവിടെയാണ് ഈ ഗ്രാൻഡ് ഡിസൈനിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ആ ഡിസൈൻ അത് സുരേഷ് ഗോപി ഇന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴായിട്ട് മാധ്യമങ്ങൾ പറയുന്നത്, സുരേഷ് ഗോപി പറഞ്ഞത് പലപ്പോഴായിട്ട് കൊടുക്കുന്നുണ്ട്. പാലക്കാട്ടെ പ്രശ്നം പറയുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സുരേഷ് ഗോപി അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അല്ല ശ്രീ ഷാബു പ്രസാദ്. അതൊക്കെ ഒരു ഡിസൈനിൻ്റെ ഭാഗം തന്നെയാണെന്നേ. ആ ഡിസൈനിന് ഒരു അതോറിറ്റി സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുകയാണ് BJP നേതൃത്വം എന്ന് തന്നെ മനസ്സിലാക്കണം കേരളം. എന്നാലേ അത് ശരിയായ രീതിയിലേക്ക് ആ ചർച്ച നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അതാണ് വസ്തുത. ആ വസ്തുത നിന്നുകൊണ്ടല്ലേ സംസാരിക്കേണ്ടത്. അത് തൃശ്ശൂരെ അവസ്ഥ അതല്ലേ. തൃശ്ശൂർ നാളെ ഈ മേയർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പ്രയോജനമില്ല, ജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഗ്രൗണ്ട് ലെവൽ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ അടുത്തൊരു ബർത്താണ് വേണ്ടത്. ആ ബർത്തിന് ഇപ്പോൾ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ആളാരാണ്? അത് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയാണ്. ഇതാർക്കാണ് മനസ്സിലാവാത്തത്? ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇതൊക്കെ മനസ്സിലാവാത്തവരാണോ ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ അനിൽ അക്രയും ശ്രീ KV അബ്ദുൽ ഖാദറും ശ്രീ ഷാബു പ്രസാദും ഒക്കെ ശ്രീ സ്മൃതിയുമൊക്കെ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ ആ മനസ്സിലാക്കുന്ന കാര്യം എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് പറയുന്ന ഒരു മടിയില്ല. അത് LDF-ന്റെ ബാധ്യതയായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മേയർ. UDF വേണ്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ മേയർ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തും ചെയ്യാം, എന്തും പറയാം. പിന്നെ ഈ ആർക്കും പിണക്കമില്ലാത്ത, അത് സ്മൃതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആർക്കും പിണക്കമില്ലാത്ത, വിയോജിപ്പില്ലാത്ത ഒരു മേയർ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒരു പിണക്കവും ഇല്ല മേയറുടെ പ്രവർത്തികളോട്. കാരണം ആ പിണക്കം വരാതിരിക്കത്തക്ക നിലയിൽ കാര്യങ്ങളെ എങ്ങനെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോകണം എന്ന് വിദഗ്ധമായി മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് മേയർ. അതാണ് പ്രാധാന്യം. അപ്പം അദ്ദേഹത്തിന് ഏത് നിലയിലേക്കും ചായാനും ചെരിയാനും നിലപാട് മാറ്റി മാറ്റി പറയുന്നതിനും ഒരു മടിയില്ല. അതൊരു നിലപാട് മാറ്റമായിട്ട് അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തോ അതാണ് തൻ്റെ നിലപാട്. അത് മുന്നണി ബന്ധമൊന്നും അദ്ദേഹത്തിന് പ്രശ്നവുമല്ല. അതൊരു പ്രത്യേകതരം രാഷ്ട്രീയ ജീവിയാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ മേയർ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും, അതൊരു പ്രത്യേകതരം രാഷ്ട്രീയ ജീവിയാണ്. അദ്ദേഹത്തിന് മുന്നണി ബന്ധങ്ങളോ മുന്നണി നിലപാടുകളോ ഒന്നുമല്ല. തൻ്റെ സ്വന്തം കള്ളിയിൽ വെള്ളം കയറാതിരിക്കുന്നത് എങ്ങനെ, അതിനെന്തൊക്കെ ചെയ്യണം, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ ഈ ഗ്രാൻഡ് ഡിസൈൻ എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് ആലോചിക്കുമ്പോൾ തുറന്നു വരുന്ന ഏറ്റവും ഇപ്പോൾ സുതാര്യം എന്ന് തോന്നിപ്പിക്കാവുന്നൊരു മാർഗ്ഗമാണ്. പക്ഷേ ഒട്ടും സുതാര്യമല്ല കേട്ടോ. അത് പിന്നീടുള്ള കാലങ്ങളിൽ തെളിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം എല്ലാവരോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ സുതാര്യമായ വഴിയാണ്. എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞാൻ ഓപ്പണാണ്. ശരിയാണ്, ഓപ്പണാണ്, സുതാര്യമാണെന്നും മറച്ചു വെക്കാനില്ല എന്നൊക്കെ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകുന്നത് അദ്ദേഹം. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് താങ്കൾ തന്നെ ചോദിച്ചതുപോലെ നാളെ ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? മോസ്റ്റ് പ്രോബബിളി ഇല്ല എന്നാണ് തോന്നുന്നത്. കാര്യം പ്രയോജനമില്ല. BJPക്ക് അങ്ങനൊരു MLA അവിടെ നിന്ന് വിജയിപ്പിച്ചെടുക്കുക സാധ്യമാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ BJP-യാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട്, സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. അത് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളതിനെ ആശ്രയിച്ചാണ് അവരുടെ പരസ്പര ബന്ധത്തിൻ്റെ ആ പാരസ്പര്യം ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ പ്രശംസിക്കാനേ തോന്നുന്നുള്ളൂ എന്ന് കേന്ദ്ര സഹമന്ത്രി പറയുമ്പോൾ ആ പ്രശംസയുടെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന സഹമന്ത്രിയുടെ ഡിസൈനാണോ, ഗ്രാൻഡ് ഡിസൈനാണെന്നാണോ കരുതേണ്ടത്, അതോ BJP-യുടേതാണോ? BJP അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൗഹൃദം എന്ന രീതിയിലാണോ അതിനെ കാണുന്നത്? ക്രിസ്ത്യൻ വോട്ടുകൾ ഈ തവണ സുരേഷ് ഗോപിക്ക് നന്നായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായതാണ്. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനും വലിയ വിജയത്തിനും കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങളും വിലയിരുത്തിയതാണല്ലോ. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി തന്നെയായ മേയറിനെ ആ നിലയ്ക്ക് പരിഗണിച്ചുകൂടാ എന്നില്ലല്ലോ.
അല്ല, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ അതേക്കുറിച്ച് പ്രതികരിക്കാൻ വിട്ടുപോയതാണ്. അത് ശ്രീ സുരേഷ് ഗോപിയുടെ നിലപാടുകളെ കുറിച്ചോ സമീപനങ്ങളെ കുറിച്ചോ ആയിരുന്നില്ല ആദ്യഘട്ടത്തിലെ ചർച്ച. അദ്ദേഹം ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന, ഇന്നലെയോ ഇന്നോ നടത്തിയ ഒരു പ്രസ്താവന നേരത്തെ സ്മൃതി പരാമർശിച്ചു പോവുകയുണ്ടായി. അത് ശരിയായ ഒരു രാഷ്ട്രീയ സമീപനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. താൻ ഉദ്ഘാടകനായിട്ട് വരുന്ന ചടങ്ങിൽ നിന്ന് താൻ പ്രതിഫലം വാങ്ങും നടൻ എന്നുള്ള നിലയിൽ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീ സുരേഷ് ഗോപി നടത്തിയതായിട്ട് കണ്ടു ചില പരിപാടികൾക്ക് പങ്കെടുക്കുക നടനായിട്ടാണ്. എങ്ങനെ പരിപാടികൾക്ക് പങ്കെടുക്കുക നടനായിട്ടാണ്? അതെങ്ങനെ കഴിയും? അതറിയില്ല. ഒരു കേന്ദ്രമന്ത്രി അല്ല സ്മൃതി, ഒരു കേന്ദ്രമന്ത്രി, MP, സംസ്ഥാന മന്ത്രി, MLA ഇവരെല്ലാം നിയമവ്യവസ്ഥക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. മന്ത്രിയും MP-യും MLA-യും ഒക്കെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം. MP-യും MLA-യും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയും ഒക്കെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിയമത്തിന് വിധേയരാണ്. നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് മാത്രമേ പ്രതിഫലം വാങ്ങാൻ പാടൂ. കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ MP ആയിരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിക്ക് പ്രത്യേകിച്ചും യാത്രാ സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സുരക്ഷയുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് നൽകുന്നുണ്ട്. ഇങ്ങനെ നൽകുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ അത്തരമൊരു ഉദ്ഘാടന ചടങ്ങിൽ പോയിട്ട് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് താൻ പ്രതിഫലം വാങ്ങും എന്ന് പറയുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഈ നിയമം വഴി ചില MP-മാർക്ക് സ്ഥാനം നഷ്ടമായ രാജ്യമാണ് നമ്മുടേത് എന്ന് ഓർക്കണം. അപ്പൊ സുരേഷ് ഗോപി താൻ നടനായിട്ട് പോയി കാശ് വാങ്ങും കൈകാര്യം ചെയ്യുന്ന പദവി അതേക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നടനായി പണം വാങ്ങും, MP ആയി ചെലവഴിക്കും, ഇതാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പണം വാങ്ങുന്നത്? എങ്ങനെ പണം വാങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല. കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ പരിപാടിക്ക് വന്നിട്ട് കാശ് വാങ്ങാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? എന്നിട്ട് എന്താണ് നിങ്ങൾ ഇത് വിഷയമാക്കാത്തത് ശ്രീ KV അബ്ദുൽ ഖാദർ? ഇങ്ങനെ അന്തിച്ച് നിൽക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഈ പ്രതികരണം ഞങ്ങൾ ഇന്ന് ഇതേക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി ഈ നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണ്, അത് പിൻവലിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ സുരേഷ് ഗോപിയുടെ ഇവിടെ നേരത്തെ BJP-യുടെ സഹയാത്രികനായിട്ടുള്ള വ്യക്തി പറഞ്ഞ നിലപാടുകളോട് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ ശൈലി എന്നുള്ളതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ നിരവധി ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന മന്ത്രിമാർ, അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ പ്രശ്നം നിങ്ങൾ ചർച്ച രണ്ടും കൂട്ടിക്കെട്ടിയത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇവിടെ മേയർ കേന്ദ്രമന്ത്രി ഒരു ചടങ്ങിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടില്ല. വികസന കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ പാടുണ്ടോ എന്നുള്ള പ്രശ്നം. ഇതിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക് ഇത് പോകും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രതിനിധിയായിട്ട് മേയർ തുടരുന്നിടത്തോളം കാലം LDF-ന്റെ നിലപാടാണ് താൻ സ്വീകരിക്കുക എന്ന് അദ്ദേഹം തന്നെ നേരത്തെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അക്കാര്യത്തിൽ അവ്യക്തത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ പരിപാടിയുടെ സമയത്ത് മാത്രമല്ലല്ലോ ശ്രീ KV അബ്ദുൽ ഖാദർ, പ്രചാരണ സമയത്തും ഈ മേയർ ഇദ്ദേഹത്തെ വാഴ്ത്തി പറഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്നത് CPM-ന് ഇപ്പോൾ ഈ മേയർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുക അല്ലെങ്കിൽ ശക്തമായ നിലപാടെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമുണ്ടോ? BJP-യുമായി ചർച്ച നടത്തുന്നവർക്കെതിരെ ഒന്നും CPM-ന് ആ രൂപത്തിൽ നടപടിയെടുക്കാനാവുന്നില്ല. ഇപ്പോൾ ഇടുക്കിയിലായാലും S രാജേന്ദ്രന്റെ കാര്യത്തിലായാലും അങ്ങനെയായിരുന്നു. EP-യുടെ ചർച്ച നമ്മൾ കണ്ടതാണ്. EP പിന്നീട് അത് നിയമ നടപടി എന്ന രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ചർച്ചകളിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയുണ്ടോ CPM-ന്? നിങ്ങൾ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ വേറെ രീതിയിലേക്ക് ചർച്ച വലിച്ചെടുക്കും. തൃശ്ശൂർ മേയറെ കുറിച്ചുള്ള ചർച്ച കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ അതിന്റെ കൂടെ പറയുന്നു. ഞാൻ ചോദിച്ചത്
അല്ല, മേയറുമായിട്ട് ബന്ധപ്പെട്ടല്ലല്ലോ നിങ്ങൾ മേയർ പ്രചാരണ സമയത്ത് എടുത്ത കാര്യങ്ങളാണ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന രീതിയിൽ അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാലത്ത് എടുത്ത സമീപനങ്ങളിൽ അദ്ദേഹം തന്നെ ആ പ്രസ്താവനകൾ തള്ളി പറഞ്ഞിട്ടുണ്ട്, തിരുത്തി പറഞ്ഞിട്ടുണ്ട്. താൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിരുന്ന കാര്യം നിങ്ങൾ കേട്ടില്ല. അവ്യക്തതകൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്താതിരിക്കുന്നതാണ് ഉത്തമം. അത് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നിലപാടുകൾ തുടരാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത്തരമൊരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ജനപ്രതിനിധികൾ ഒരേ വേദിയിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെ ആരും പറയുന്നില്ല. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. അല്ല, തൃശ്ശൂരിന് വികസന പദ്ധതികൾ കൂടുതൽ നൽകും എന്ന് മേയർ പറഞ്ഞാൽ ഉടനെ അത് രാഷ്ട്രീയ സഖ്യമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ശരി, ശ്രീ അനിൽ അക്കര, താങ്കൾക്ക് മറുപടി നൽകാം. നേരത്തെ കെ വി അബ്ദുൽ ഖാദർ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കോൺഗ്രസിനകത്ത പ്രശ്നങ്ങൾ, കോൺഗ്രസിൽ അവിടെ തൃശ്ശൂർ കോൺഗ്രസിലെടുത്ത നടപടികൾ, അവിടെ മറ്റു താൽക്കാലിക ചുമതല വേറെ ആൾക്ക് ഏൽപ്പിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? BJP-യോട് ഐക്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ CPM-നെ കുറ്റം പറയാൻ പറ്റും? അല്ല, 2-3 വിഷയങ്ങൾക്ക് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വിഷയം. ഒന്ന്, ശ്രീ ജയേന്ദ്രൻ സാർ പറഞ്ഞ അഭിപ്രായത്തോട് ഒരു 99% യോജിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ചർച്ചയിൽ ഏറ്റവും പോസിറ്റീവായി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മേയറുമായി ഞങ്ങൾ സമരസപ്പെട്ടു പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെയാണ് കോർപ്പറേഷനിൽ അടിയന്തരമായൊരു യോഗം വിളിച്ചത്. ആ യോഗം അടിയന്തരമായി റദ്ദ് ചെയ്യേണ്ട കാര്യം എന്താണ് ഉണ്ടായത്? അത് കീഴ്വഴക്കങ്ങളില്ലാതെ നിയമപ്രകാരമില്ലാത്ത യോഗം വിളിച്ചപ്പോഴാണ് നമ്മളത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതും ആ യോഗം നടത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മേയർ റഷ്യ യാത്രയ്ക്ക് പോയി. എന്ത് അനുമതിയുടെ ഭാഗമായിട്ടാണ് പോയത്? എത്രയോ സമരങ്ങൾ ഞങ്ങൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തി. വെള്ളക്കയറ്റം ഉണ്ടായപ്പോൾ, വെള്ളം ഈ വർഷക്കാലത്ത് ഞങ്ങൾ സമരങ്ങൾ നടത്തുന്ന യാതൊരു, പക്ഷേ കോർപ്പറേഷനിൽ തീരുമാനങ്ങൾ എടുക്കാതെ പോകുന്നു. ആ തീരുമാനങ്ങൾ പിന്നീട് മിനിറ്റ്സായി വരുന്നു. അതൊക്കെ കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് ആ വിഷയത്തിൽ താങ്കളുടെ ധാരണ തെറ്റാണെന്നാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്, BJP-യുടെ നിരീക്ഷകനായി വന്ന അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന ഒരു പുതിയ കെമിസ്ട്രി അവിടെ രൂപപ്പെടുകയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മേയർ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ സുരേഷ് ഗോപി MP ഫണ്ട് തന്നു, അത് ഞങ്ങൾ വിനിയോഗിച്ചു. എത്രയാണ് കൊടുത്തത്? ആകെ 1 കോടി രൂപ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ശക്തൻ മാർക്കറ്റിലെ ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നെ ഒരു കുളത്തിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 3 കോടിയിൽ താഴെയാണ് സുരേഷ് ഗോപി കൊടുത്തത്. ഏതാണ്ട് 6 വർഷം MP ആയിരുന്നു സുരേഷ് ഗോപി കൊടുത്തത്. പക്ഷെ അവിടെ TN പ്രതാപൻ ഏതാണ്ട് 12 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് കൊടുത്തത്. അതിൽ എത്ര നിങ്ങൾ തടഞ്ഞു വെച്ചു ഈ മേയർ, ഈ LDF-ന്റെ ഭരണസമിതി എന്നുള്ളത്? അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മേയർ പറഞ്ഞ കാര്യം എന്താണ്? വാഗ്ദാനങ്ങൾ നൽകുന്ന ആളല്ല, പ്രവൃത്തിയിലൂടെ ചെയ്യുന്ന ആളാണ് എന്നാണ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ കൊണ്ടതാർക്കാണ്? അത് യഥാർത്ഥത്തിൽ കൊണ്ടത് സുനിൽ കുമാറിനാണ്. കാര്യം എന്താണ്? ഈസ്റ്റ് ഫോർട്ടിലെ മേൽപ്പാലം, കൊക്കാലയിലെ മേൽപ്പാലം, വിവേകാനന്ദ പ്രതിമ, അതുപോലെ തന്നെ പടിഞ്ഞാറക്കോട്ടയിലെ മേൽപ്പാലം തുടങ്ങിയ നിരവധിയായ പദ്ധതികൾ എനിക്കറിയാലോ. ഞാൻ ആ സമയത്ത് MLA ആയിരുന്ന ഒരാളാണ്. ബഡ്ജറ്റിൽ അബ്ദുൽ ഖാദർ എന്ന MLA ആളാണ്. അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധി ഇട്ടു. ബഡ്ജറ്റിൽ അനുവദിച്ചത്, ബഡ്ജറ്റിൽ ടോക്കൺ തന്നാൽ സ്വാഭാവികമായി 100 രൂപയുടെ അല്ല 20% ടോക്കൺ വന്നാൽ സ്വാഭാവികമായി പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടും. പക്ഷേ ഈ പദ്ധതികൾക്കൊന്നും ഭരണാനുമതി ലഭിച്ചില്ല. അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി സുനിൽ കുമാർ അത് ഫോളോ ചെയ്തില്ല. അതിനെയാണ് മേയർ വിമർശിച്ചത്. അതാണ് സുനിൽ കുമാർ അതിനന്ന് കൃത്യമായി മറുപടി പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമാണ്. മേയറുടെ ഡയലോഗുകൾ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായ ഒരു രാഷ്ട്രീയമായ നരേറ്റീവ് ഉണ്ടാക്കിയാണ് മേയർ ഈ കാര്യം പറഞ്ഞത്. ഇന്ന് ഈ പറയുന്ന ഈ പദ്ധതിയുടെ നടത്തിപ്പ് നേരത്തെ പറഞ്ഞല്ലോ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനമാണ്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആരുടെ കീഴിലാണ്? കോർപ്പറേഷന് കൈമാറി കിട്ടിയതാണ്, തർക്കമുള്ള കാര്യമല്ല. പക്ഷെ അത് സംസ്ഥാന ഗവൺമെൻറ് കീഴിലാണ്. എന്തുകൊണ്ടാണ് നിയമസഭ നടക്കുന്ന സമയത്ത്, നിയമസഭാ അംഗം നിയമസഭയിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഉദ്ഘാടന പരിപാടി നടത്തിയത്? ഒരു കാരണവശാലും നടക്കില്ല. കാരണം ഒരു LDF-ന്റെ ഭരണസമിതിയാണെങ്കിൽ അവിടെ LDF-ന്റെ ഒരു MLA ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് പരിപാടികൾ വയ്ക്കൂ. പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ചൂണ്ടിക്കാണിച്ചത്. അല്ലല്ല, ഇത് ഇന്നത്തെ പരിപാടി ഏത് തലത്തിലാണ് സംഘടിപ്പിച്ചതെന്ന് ശരിക്കും വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. അല്ല, അതെ, കറക്റ്റാണ്. അദ്ദേഹത്തിന് ആ കാര്യം അറിയില്ല. പക്ഷെ ഒരു കാര്യം
അല്ല, ഇത് ഒരു സ്മൃതി പറഞ്ഞല്ലോ, ഇതൊരു പ്രാഥമിക ആരോഗ്യത്തിന്റെ ആയുഷ്മാൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇത് അയ്യന്തോളിലെ ഡിവിഷനാണ്. ആരാണ് അയ്യന്തോളിലെ ഡിവിഷൻ മെമ്പർ? ഡിവിഷൻ കൗൺസിലർ ആരാണ്? BJPയുടെ പ്രതിനിധിയാണ്. BJPയുടെ പ്രതിനിധി അവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതി കോർപ്പറേഷൻ കൈമാറി കിട്ടിയ സ്ഥലത്ത് ഒരു പദ്ധതി വെക്കുമ്പോൾ, കേന്ദ്രമന്ത്രിയുടെ ഡേറ്റ് വാങ്ങിയ പരിപാടി നടത്തുമ്പോൾ LDFന്റെ മേയർ അല്ലെങ്കിൽ LDFന്റെ ഭരണസമിതിയുള്ള ഒരു കോർപ്പറേഷനിൽ LDFന്റെ MLA ശ്രീ ബാലേന്ദ്രൻ, CPIയുടെ പ്രതിനിധി, ആ പ്രതിനിധിയുടെ സമയം എന്തുകൊണ്ട് വാങ്ങിയില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് വെക്കാൻ? നാളെ വെക്കാലോ, നാളെ അസംബ്ലിയില്ലല്ലോ, ഞാൻ ശനിയാഴ്ചയല്ലേ, എന്തുകൊണ്ട് വെക്കാൻ കഴിഞ്ഞില്ല? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ആ ചോദ്യം എന്ത്? CPI ഈ മേയറുമായി സഹകരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അത് യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. ഞാൻ MLA ആയിരുന്ന സമയത്ത് വടക്കാഞ്ചേരിയിൽ ശ്രീ സുരേഷ് ഗോപി, ഭരതൻ എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന വടക്കാഞ്ചേരിക്കാരനായ, കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഏറെ ലോകത്തിൻ്റെ മുന്നിൽ വാതായനം പോലെ തുറന്ന ശ്രീ ഭരതന് വേണ്ടി സുരേഷ് ഗോപി 1 കോടി രൂപ, ഞാൻ കൂടി ഇരിക്കുന്ന ചടങ്ങിൽ, KPC ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭരതൻ അനുസ്മരണ യോഗത്തിൽ 1 കോടി രൂപ പ്രഖ്യാപിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ. ആ പദ്ധതി വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിയില്ല. കാരണം എന്താണ്? ഒരു സംഘപരിവാറിന്റെ MP-യുടെ പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചു തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭ ആ പദ്ധതി നടപ്പിലാക്കാതെ. വടക്കാഞ്ചേരി സ്ഥലമില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ അവിടെ വടക്കാഞ്ചേരിയിൽ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഇവിടെ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് പരവതാനി വിരിക്കുന്നത്? അത് വളരെ കൃത്യമാണ്. പിന്നെ അബ്ദുൽ ഖാദർ പറഞ്ഞ 2-3 കാര്യം, ഞങ്ങൾ വോട്ട് മാറ്റി എന്നാണ് അബ്ദുൽ ഖാദർ പറയുന്നത്. LDFന്റെ കൺവീനറാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുണ്ട്. TN പ്രതാപൻ 90,000 വോട്ടിനാണ് ജയിച്ചത്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അതിനുശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും LDFും തമ്മിലുള്ള വ്യത്യാസം 1,00,000-ൽ കൂടുതലാണ്. അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും LDFും തമ്മിലുള്ള വ്യത്യാസം 1,00,000-ൽ കൂടുതലാണ്. ശ്രീ അബ്ദുൽ ഖാദർ MLA ആയിരുന്ന ഗുരുവായൂർ അസംബ്ലിയിൽ 15,000-ൽ കൂടുതൽ വോട്ടിനല്ലേ അക്ബർ എന്ന് പറയുന്ന MLA അവിടെ ഉണ്ടായത്. അവിടെ ശ്രീ K മുരളീധരൻ 7,000 വോട്ടിന് ലീഡ് ചെയ്തു. ഞങ്ങൾ BJPക്ക് വോട്ട് മറിച്ചിട്ടാണോ? ഇവിടെ നാട്ടിക എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലം, അവിടെ നാട്ടിക എന്ന് പറയുന്നത് CPIയുടെയും CPMന്റെയും കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ അന്തിക്കാട് എന്ന് പറയുന്ന കാർഷിക മുന്നേറ്റത്തിന്റെ നാട്, ചെത്തുതൊഴിലാളികളുടെ നാട്, വിപ്ലവത്തിന്റെ നാടായ അന്തിക്കാട് എന്ന് പറയുന്ന പ്രദേശം, അന്തിക്കാട് പഞ്ചായത്ത്, അവിടെയുള്ള MLA ആരൊക്കെയാണ്? ബാലേന്ദ്രൻ അന്തിക്കാട് എന്നുള്ള MLA ആണ്. മുകുന്ദൻ അന്തിക്കാട് എന്നുള്ള MLA ആണ്. K രാജൻ അന്തിക്കാട് എന്നുള്ള MLA ആണ്. ശ്രീ സ്ഥാനാർത്ഥി സുനിൽ കുമാർ അന്തിക്കാട് എന്നുള്ള ആളാണ്. ശ്രീ KP രാജേന്ദ്രൻ AITUസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അന്തിക്കാട് എന്നുള്ള ആളാണ്. ആ പഞ്ചായത്തിൽ പോലും BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അവിടെ എത്ര വോട്ട് കോൺഗ്രസ് മറച്ചു കൊടുത്തിട്ടാണ് അവിടെ സംഭവിച്ചത്? ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലം, അവിടെ മുൻ മേയറും ഇപ്പൊ മന്ത്രിയുമായ ബിന്ദു അവിടെ ഇരിക്കുന്ന കരുവന്നൂർ എന്ന് പറയുന്ന ബാങ്ക് തട്ടിപ്പ് നടന്ന സ്ഥലം, ആ ഇരിഞ്ഞാലക്കുടയിൽ നിങ്ങൾ 3-ാം സ്ഥാനത്തല്ലേ പോയത്? നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? സുനിൽ കുമാർ മന്ത്രിയായിരുന്ന തൃശ്ശൂരിൽ നിങ്ങൾ 3-ാം സ്ഥാനത്തേക്കല്ലേ പോയത്? നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്നും വോട്ട് നഷ്ടപ്പെട്ടു എന്ന് ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, സെൻട്രലിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വോട്ടിംഗ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അന്തിക്കാട് പോലുള്ള പ്രദേശത്ത്, ഗുരുവായൂർ പോലുള്ള പ്രദേശത്ത്, ഇരിഞ്ഞാലക്കുട പോലുള്ള പ്രദേശത്ത്, പുതുക്കാട് പോലുള്ള പ്രദേശത്ത്, തൃശ്ശൂർ കോർപ്പറേഷൻ, നിങ്ങൾ ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ BJPക്ക് വോട്ട് ലൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയാണ്. ഇതിൽ 2-ൽ-1 നടക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ബഹുമാനായ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ A വിജയരാഘവൻ പറഞ്ഞ നിങ്ങളുടെ പാർട്ടി ചെതലരിക്കുന്നു, പിന്നെ അത് ജീർണിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. നിങ്ങൾ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ BJPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലൂട്ട് ചെയ്യാനുള്ള അതാണ് യാഥാർത്ഥ്യം. അല്ലല്ല, അതായത് ഒന്നാമത് തെറ്റായിട്ട് എവിടെയോ കേട്ട സാധനം പറയുന്നു. ഈ വിജയരാഘവൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. തെറ്റായിട്ടുള്ള കാര്യം അങ്ങനെ വിജയരാഘവൻ പറഞ്ഞിട്ടില്ല. ഒന്ന്, രണ്ട്, പറഞ്ഞിട്ടില്ല. തെറ്റായ വാർത്ത. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് പാറ്റേൺ ഡിഫറന്റ് ആണ്, വ്യത്യസ്തമാണ് എല്ലാ കാര്യത്തിലും. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെയല്ല. ഇപ്പൊ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങള് തീർച്ചയായിട്ടും 2-ാം സ്ഥാനത്താണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഏകദേശം 6,000-ഓളം വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ എണ്ണം വൻതോതിലിടിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് ഒരേ പാറ്റേണിൽ കാണാൻ കഴിയില്ല. അത് വ്യത്യസ്തമാണ്, എല്ലാവർക്കും അറിയാം, താങ്കൾക്കും അറിയാം.
പക്ഷെ ഈ ചർച്ചയിൽ കയറി ഇത് പറയേണ്ടതുള്ളത് കൊണ്ട് പറയാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പത്രസമ്മേളനം നടത്തിയ ആളാണ് താങ്കൾ. വോട്ട് ഞങ്ങൾ മാറ്റി കൊടുക്കുകയാണെന്ന് മലയാള മനോരമ അത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തു. പക്ഷെ യഥാർത്ഥത്തിൽ വോട്ട് കുറഞ്ഞ നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് 16,000 വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന കാര്യം വിസ്മരിക്കരുത്. പിന്നെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതല്ലേ, നമുക്ക് കാണാം. തീർച്ചയായും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേതും നിങ്ങളുടേതും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും. നമുക്ക് ജനങ്ങളോട് കാര്യങ്ങൾ തീർച്ചയായും പറഞ്ഞ് ജനകീയ പോരാട്ടത്തിൽ നല്ലതുപോലെ പങ്കെടുക്കാം. തീർച്ചയായും ഒന്നാമതെത്താനുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോവാം. ഞങ്ങൾ ഒന്നാമതെത്തുകയാണ്. ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? അതായത് ഇവിടെ ഒരു മിനിറ്റ് ശ്രീ അബ്ദുൽ ഖാദർ, ഇവിടെ സുരേഷ് ഗോപി അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിന്ന് പണം വാങ്ങും, അത് വലിയ പ്രശ്നമാണ് എന്നിവിടെ പറഞ്ഞു. സ്മൃതി ഇവിടെ സൂചിപ്പിച്ചു. നടൻ എന്നുള്ളത്, ആക്ടിങ് എന്നുള്ളത് സുരേഷ് ഗോപിയുടെ പ്രൊഫഷനാണ്. ആ നടൻ എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അതിന് പ്രതിഫലം വാങ്ങുന്നതിൻ്റെ അകത്ത് ഒരു നിയമവും ആരെയും വിലക്കുന്നില്ല. ഒരു ജനപ്രതിനിധിയാണ് അല്ലെങ്കിൽ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നടനായിട്ടേ വരികയുള്ളൂ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം. അപ്പൊ MP ആയിട്ട് പങ്കെടുക്കില്ല എന്ന് എങ്ങനെയാണ് MP തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പറയുന്നത്? അത് അദ്ദേഹത്തിന് പറയാം, അതായത് പറയാൻ പറ്റില്ല. അല്ല, തീർച്ചയായിട്ടും പറയാം. ആര് പറഞ്ഞു പറയാൻ പറ്റില്ല? അതിന്റെ അകത്ത് ഒരു നിയമവിരുദ്ധതയില്ല. അതിൻ്റെ അകത്ത് ഒരു നിയമവിരുദ്ധതയില്ല. ഇവിടെ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നതിന്റെ അകത്ത് ഒരു നിയമ തടസ്സവുമില്ല. ഇവിടെ കപിൽ സിബൽ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയിലെ വക്കീലുമായിരുന്നു. ആ നടൻ എന്നുള്ള നിലയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രതിഫലം വാങ്ങും. ആ പ്രതിഫലം അത് ജനങ്ങളിലേക്ക് തന്നെ പോകും. അത് അദ്ദേഹം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ വിഷയമുള്ളത് ശ്രീ ഷാബു പണം ചോദിക്കാം. കാര്യം ചെയ്യുന്ന ജോലിക്ക് ചോദിച്ചു വാങ്ങാൻ പറയുന്നത്. സിനിമാ അഭിനയത്തിന് പണം ചോദിക്കുന്നതിനെ പറഞ്ഞത്. അത് തന്നെ നടൻ എന്നുള്ള നിലയിലാണ് ഞാൻ പങ്കെടുക്കുക. നടൻ എന്നുള്ള നിലയിൽ ഞാൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് എനിക്ക് പ്രതിഫലം വേണം. അതിന്റെ അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടപ്പോ, സുപ്രീം കോടതി അതായത് ഒരു ജനപ്രതിനിധിക്ക് അവരുടെ പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നതിന്റെ അകത്ത് ഒരു നിയമ തടസ്സവുമില്ല. എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ്. ആ പ്രൊഫഷന്റെ ഭാഗമായി പങ്കെടുക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും ഒന്ന് കേൾക്കോ? ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് BJPക്ക് ഇതിനോടുള്ള എതിർപ്പുള്ളതുകൊണ്ടാണ്. ശരി, ശ്രീ അബ്ദുൽ ഖാദർ. അല്ല, ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് സുരേഷ് ഗോപി പ്രതിഫലം വാങ്ങുന്നതിന് നമ്മളാരും എതിരല്ല. പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ സത്യപ്രതിജ്ഞ, ആ സത്യപ്രതിജ്ഞ ഭരണഘടനാനുസൃതമാണ്. MP എന്നുള്ള നിലയിലും മന്ത്രി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രി അവരുടെ പ്രൊഫഷൻ ഫോളോ ചെയ്യാം, അവരുടെ പ്രൊഫഷൻ പ്രതിഫലം വാങ്ങി തന്നെ ഫോളോ ചെയ്യാം. 2017 സുപ്രീം കോടതി വിധിയുണ്ട്. തടസ്സപ്പെടുത്തിയാൽ എങ്ങനെ? പങ്കെടുക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് താൻ നടനാണ്, കാശ് വേണം എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ പറയാമോ? അങ്ങനെ പറയുന്നത് തെറ്റല്ലേ? അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന വേറൊരു വിഷയമാണ്. ശരി, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. Debate with Smriti Parithikad.